അതെ, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. അവരെ വെളുപ്പിന് കേന്ദ്ര സർക്കാർ അമിത്ഷായുടെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് അടിച്ച് പോക്കി സകലതിനെ അകത്താക്കി സമാധാനമായി. എല്ലാവരും കിടന്നുറക്കമായി. അങ്ങനെ ഉറങ്ങാൻ വരട്ടെ. ഞാൻ നിങ്ങളുടെ ഒന്ന് ഉറക്കം കെടുത്താനായിട്ട് ഈ ഒരു സാധനവും ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല, നിയന്ത്രണത്തിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ ഒരുപാട് അറസ്റ്റുകൾ നടന്നു. ഇത് മാധ്യമങ്ങളിലൊക്കെ വന്നാലല്ലേ നമ്മൾ അറിയുള്ളൂ. ഇത് വരില്ല, അത് കാണിക്കില്ല. പക്ഷേ ഇത് അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മഹാന്മാർ ജാമ്യം എടുക്കാൻ വരും. ജാമ്യം കോടതി തള്ളുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇവരുടെ വിക്രസുകൾ മുഴുവൻ എഴുതി വയ്ക്കും. അതുപോലത്തെ ഒരു മഹാൻ ഹൈക്കോടതിയിൽ ജാമ്യത്തിനായിട്ട് വന്നപ്പോൾ അയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവായി. ഈ തള്ളിയ ഉത്തരവിൽ ഇദ്ദേഹം ചെയ്ത കുറ്റവും സംഗതിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റാണ് എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത്. ജൂലൈ 19 ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ, ജസ്റ്റിസ് എം ബി സ്നേഹലത ഇവരുടെ ബെഞ്ചാണ് കേരള ഹൈക്കോടതിയിൽ ഓർഡർ. പരാതിക്കാരൻ സഹീർ എന്നാണ് പേര്. 56 വയസ്സ്. അച്ഛൻ്റെ പേര് മുഹമ്മദ് ഷാഫി. ഈരാട്ടുപുലാക്കൽ ഹൗസ്, മണ്ണാർക്കാട്, അലനല്ലൂർ, പാലക്കാട് ജില്ല. ഇതാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരിക്കുന്നതും വലിയ വക്കീലന്മാരാണ് കേട്ടോ, നിസ്സാരക്കാരൊന്നുമല്ല. എതിർകക്ഷി NIA ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇയാൾ ഒരു കേസിലെ അക്യൂസ് നമ്പർ 4 4ാം പ്രതിയാണ് ഈ സഹീർ. മറ്റ് പ്രതികളാരും ഇതുപോലത്തെ അപേക്ഷയുമായിട്ട് ജാമ്യാപേക്ഷയുമായിട്ട് വന്നിട്ടില്ല. സഹീറിന് സംഭവിച്ചത്, സഹീറിൻ്റെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളി അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് 4ാം പ്രതി. അപ്പോൾ ബാക്കി പ്രതികളൊക്കെ ഇവിടെ അവർ പിന്നാലെ വരും. ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏറ്റവും കുറവ് പ്രശ്നങ്ങളുള്ള പ്രതിയെ നോക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കും. കോടതി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കും. അത് തള്ളിക്കിട്ടിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയുടെ ഏത് ബെഞ്ചാണ് സ്യൂട്ടബിൾ എന്ന് നോക്കും. അതിനുവേണ്ടി കാത്തിരിക്കും. ഈ ജഡ്ജിമാരെ വിലക്കെടുക്കുക, അവർക്ക് കാശ് കൊടുക്കുക, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. യു വെയിറ്റ് ഫോർ എ സ്യൂട്ടബിൾ ബെഞ്ച്. കാരണം ഈ ജാമ്യം എപ്പോഴും ഒരു ഡിസ്ക്രിഷൻ ഉണ്ട് അതിൽ ജഡ്ജിമാരുടെ. ന്യായങ്ങളൊക്കെ ഒരുപാടൊക്കെ പറയുമെങ്കിലും ഒരു ജഡ്ജിക്ക് തോന്നും കൊടുത്തേക്കാം, 2-3 വർഷമായി അവൻ ജയിലിൽ കിടക്കുന്നു, ഇനി വിചാരണ കഴിഞ്ഞിട്ട് വരട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്ന ജഡ്ജിമാർ തെറ്റില്ല. നേരെ തിരിച്ച് ചിന്തിക്കുന്നവർ ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ ഇവനെ വിടാൻ പാടില്ല, ഇങ്ങനെയും ചിന്തിക്കുന്നവർ. ഈ 2 പേർക്കും അവരവരുടെ ന്യായങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ഈ സീനിയർ വക്കീലന്മാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അവർ ജാമ്യാപേക്ഷ എന്ന് പറയുന്ന BA ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന ബെഞ്ചിൽ ഏത് ജഡ്ജാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്ത് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ, അപ്പോഴും ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ. ഇങ്ങനെയൊക്കെയാണ് ജാമ്യാപേക്ഷ പോകുന്നത്. അല്ലാതെ കൃഷ്ണയ്യർ പറഞ്ഞ പോലെ ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ശരിയാണ്. കൃഷ്ണയ്യർ സുപ്രീം കോടതിയിൽ ഇരുന്നുകൊണ്ട് വിധിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പറഞ്ഞാലൊന്നും ജാമ്യം കിട്ടില്ല. ഞാൻ ഈ എറണാകുളത്ത് CJM കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അവിടെ ഒരാവശ്യത്തിന് ഞാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വക്കീൽ, എനിക്ക് പരിചയമുള്ള ആളാണ്. അയാൾ ഒരുപാട് കടലാസും സംഗതിയായിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇത് കടലാസൊക്കെ ചുമന്നു? സാറേ, ഇന്നൊരാൾക്ക് ജാമ്യം കൊടുപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻറ്റും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, മോനെ അതൊന്നും വേണ്ട, മജിസ്ട്രേറ്റിനോട് പറയുക, പാവമാണ്, അമ്മയ്ക്ക് സുഖമില്ല, എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാ പോറ്റി പറഞ്ഞ് ജാമ്യം മേടിക്കല്ല, കൃഷ്ണയ്യരെയൊക്കെ എഴുന്നള്ളിക്കല്ലേ. അതൊന്നുമല്ല, ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോ. മജിസ്ട്രേറ്റിന് മുമ്പ് ഇവൻ്റെ കേസ് വിളിച്ചു, ഇങ്ങനെ ഹാജരായി. ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധി. മജിസ്ട്രേറ്റ് ചോദിച്ചു, ആരുടെ വിധി? ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ. എന്നാൽ പിന്നെ കൃഷ്ണയ്യർ സമയം എടുത്ത് പോയി മേടിച്ചോ കേട്ടോ. റിജക്റ്റഡ്. അടുത്ത കേസ് വിളിക്കുക. കേസ് നമ്പർ CC 37
രാമൻകുട്ടി നായർ ഹാജരുണ്ടോ? ഇവൻ അൺമിന്നസ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നു കോടതിയിൽ. കിട്ടി ആ പുറത്ത് ചേട്ടൻ പറഞ്ഞ് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ മോനെ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, ഡിസ്ക്രിഷണറിയാണ് ബേസിക്കലി ജാമ്യം. അവിടെ കിടന്ന് വല്ലാതെ ഷൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേര് റിജക്റ്റ് ചെയ്തതാണ്. പിന്നെ നീ ജില്ലാ കോടതി പോവുക അല്ലെങ്കിൽ ഹൈക്കോടതി പോവുക മാർഗമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഈ ബെയിലിൻ്റെ പരിപാടി. ഈ കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നിയമവുമായിട്ട് അല്പം വ്യത്യാസമുള്ള ഏർപ്പാടാണ്. ഒരു കാര്യം കോടതിയിൽ എങ്ങനെ നടത്തിയെടുക്കണം എന്നുള്ളതാണ് കോർട്ട് ക്രാഫ്റ്റ്. അതിൽ അഴിമതിയോ സംഗതിയോ അല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡൈനമിക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഡിസ്ക്രിഷൻ സ്ഥലത്ത് നിങ്ങൾ ഓവർ സ്മാർട്ട് ആവാൻ പോകരുത്. ജഡ്ജ് ഈസ് എ ജഡ്ജ്. വൺസ് ഈസ് റൈറ്റിംഗ് എ ജഡ്ജ്മെൻറ്റ്, ഇറ്റ്സ് ഓവർ. ദെൻ യുവർ ഓൺലി റീകോഴ്സ് ഇസ് ടു ഗോ ഫോർ ആൻ അപ്പീൽ. ഇത് മനസ്സിലാക്കി നമ്മളൽപ്പം താന്നു കൊടുക്കണ്ടേ, നമ്മുടെ കക്ഷിയെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ. അപ്പോൾ ഇതുപോലത്തെ ടെക്നിക്സൊക്കെ അറിയാവുന്ന ഇവരുടെ കേസിൽ NIA കേസാണിത്. അതിൽപ്പെട്ട 4ാം പ്രതിയെ ജാമ്യത്തിന് വേണ്ടി ആദ്യം ഹാജരാക്കി. 4ാം പ്രതിയുടെ കുറ്റം എന്താ? സഹീറിൻ്റെ. അയാൾ ജാനുവരി 9-ാം തീയതി 2024 ജാനുവരി 9-ാം തീയതി അറസ്റ്റ് ചെയ്തു. ഫൈനൽ റിപ്പോർട്ട്, സാധാരണ അറസ്റ്റ് ചെയ്ത് കുറേ കാലം ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ കിടക്കും. 3 ദിവസത്തിനകം NIA ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. 12-ാം തീയതി ജാനുവരി 12-ന് കൊടുത്തു. മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ റെക്കോർഡ്, കോടതി പറയുകയാണ്, ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാഡ് റിസീവ്ഡ് ക്രെഡിബിൾ ഇൻഫർമേഷൻ ദാറ്റ് ആൻ ISIS/ISKP മൊഡ്യൂൾ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സാധനം? ISIS/ISKP മൊഡ്യൂൾ, എ പ്രോസ്ക്രൈബ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, വാസ് വർക്കിംഗ് ഇൻ സീക്രസി for the purpose of committing acts prejudicial to the sovereignty and integrity of India. ISIS/ISKP എന്താ ഈ സാധനം? ISIS നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ISKP വേറൊരു സാധനം, എന്തോ അവരുടെ ഖൊറാസാൻ പ്രവിശ്യയോ അങ്ങനെ എന്തോ ഉള്ള ഒരു ഏർപ്പാടാണ്. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. കുറച്ച് നിങ്ങളും ബുദ്ധിമുട്ടപ്പോൾ എന്നെ മാത്രം ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ. അപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും എല്ലാം ഭീഷണിയായ ഒരു കലാപരിപാടി കേരളത്തിൽ നടക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യം വന്നിട്ട് NIA സഹീർ അടക്കം 5-6 പേരെ പിടിച്ചുകൊണ്ട് പോയി. അതിൽ സഹീറിന് മാത്രം ഇപ്പോൾ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കോൺസ്പയറിംഗ് ടു ടാർഗറ്റ് സർട്ടൻ പ്രൊമിനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് റിലീജിയസ് പ്ലേസസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ്. സമൂഹത്തിലെ ചില മാന്യന്മാരെയും മറ്റ് മതത്തിൽപ്പെട്ട, എന്നുവെച്ചാൽ അനിസ്ലാമിക മതത്തിൽപ്പെട്ട ദേവാലയങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഗൂഢാലോചന നടത്തി ടു കമ്മിറ്റ് ടെററിസ്റ്റ് ആക്ട്സ് ആൻഡ് ക്രിയേറ്റ് കമ്മ്യൂണൽ ഡിസാർമണി ഇൻ ദ സൊസൈറ്റി. ഭീകരപ്രവർത്തനം നടത്തുകയും അങ്ങനെ സമൂഹത്തിൽ ഡിസ്ഹാർമണി ഉണ്ടാക്കുകയും. ദാറ്റ് ആസ് പാർട്ട് ഓഫ് ദ ലാർജർ കോൺസ്പിറസി ഓഫ് ദ ISIS/ISKP, the members of the module identified gullible Muslim youths and radicalized them through encrypted communication channels to join ISIS/ISKP. മനസ്സിലായില്ല? ഗള്ളിബിൾ മുസ്ലിം യൂത്ത്സ്. ഗള്ളിബിൾ യൂത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭ്രമിച്ചു പോകുന്ന, പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കാവുന്ന മുസ്ലിം യുവാക്കൾ. എങ്ങനെ പറഞ്ഞു പറ്റിക്കുക? കുറച്ച് കാശ് തരാം, നീ എൻ്റെ കൂടെ വാന്ന് പറയുക, മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോവുക, അങ്ങനെ മെല്ലെ പയ്യനെ അവരുടെ ഭൃത്യനാക്കി മാറ്റുക. പയ്യന് ഇതൊന്നും അറിയില്ല, ISIS എന്താണ്, സിറിയ എവിടെയാണ് ഒന്നും അറിയില്ല. 10-18 വയസ്സുണ്ട്, അല്പം മസിലൊക്കെ ഉണ്ട്, ഒരു ചെവിയിൽ കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ മൂടി പുറകിൽ കെട്ടിയൊക്കെ, അതൊന്നും ശരിയൊന്നുമല്ല, നമ്മൾ ഇസ്ലാമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുക. അതാണ് ഗള്ളിബിൾ യൂത്ത്. ഇവരെ കൊണ്ടുപോയിട്ട് ഇവർ ചെയ്യുന്നത്, ഞാൻ ആധികാരികമായിട്ട് നിങ്ങളോട് പറയാം, പോലീസ് അന്ന് എനിക്ക്, ഇപ്പോഴല്ല 10-15 വർഷം മുമ്പ് പോലീസ് എനിക്ക് തന്ന വിവരം, പല രീതിയിൽ ഇവർ ഒരു 25,000 രൂപ മാസം നിനക്ക് തരാം, ഒരു ബൈക്കും തരാം, നീ ആകെ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടന്നിട്ട് NSSൻ്റെ എത്ര മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ എത്ര പേര് പങ്കെടുക്കുന്നു, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എത്ര, റിപ്പോർട്ട് ഇത്രയേ ഉള്ളൂ. NSS കരയോഗം, SNDP ശാഖായോഗം, RSS, വിശ്വ ഹിന്ദു പരിഷത്ത്,
ക്ഷേത്ര സംരക്ഷണ സമിതി, ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. ഇവരുടെയൊക്കെ നീ ഒന്നും ചെയ്യേണ്ട, നീ അവിടെ പോവുക, എത്ര പേരുണ്ട് യോഗത്തിന്, അത് കുറിച്ചെടുക്കുക, വൈകുന്നേരം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക, മാസം 25,000 രൂപ നിനക്ക് ശമ്പളം, ബാക്കി സമയം യു ആർ ഫ്രീ, അടിച്ച് പൊളിക്ക്, ദേ ബൈക്കും ഇരിക്കുന്നു. ഇങ്ങനെ പോലീസ് എനിക്ക് തന്ന വിവരമാണ്. അപ്പോൾ മറ്റ് സംഘടനകളുടെയൊക്കെ സ്ട്രെങ്ത് എത്രയുണ്ട് എന്ന് മനസ്സിലാവും. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു യുദ്ധത്തിൽ, ഇപ്പോൾ ഇസ്ലാം പെർപ്പച്വലി യുദ്ധത്തിലാണല്ലോ, ജിഹാദിലാണ്. അവരുടെ ശത്രുക്കളാണ് ഇസ്ലാം അല്ലാത്തവർ, കാഫിറുകൾ. അപ്പോൾ ഒരു യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിരാളിക്ക് ശക്തി എത്രയുണ്ട്, എതിരാളിയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കണമല്ലോ. എതിരാളിയുടെ ശക്തി മനസ്സിലാക്കാനാണ് ഈ കമ്മ്യൂണിറ്റി വൈസ് എല്ലാം. അതിനകത്ത് ക്രിസ്ത്യാനികളും ഒക്കെ പെടും. YMCA, YWCA, അത് ഇത് അവരുടെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടില്ലാത്ത ഫ്ലക്സൊക്കെ നിങ്ങൾ വയ്ക്കുന്നില്ലേ, എല്ലാം. ഭാഗവത സപ്താഹം ഒരാഴ്ച, സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസമാണല്ലോ. 7 ദിവസം ഏകദേശം എത്ര പേര് വരുന്നു, പുരുഷന്മാരെത്ര, സ്ത്രീകളെത്ര, കുട്ടികളെത്ര, ഇതൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി സമയം ഈ ചെറുക്കൻ ഫ്രീ ആണ്. സന്തോഷമായില്ലേ ചെറുക്കന്, എന്താ വേണ്ടത്, യോഗം നടക്കുന്ന സ്ഥലത്ത് പോവുക, എണ്ണം എടുക്കുക, വൈകുന്നേരം അവർക്ക് കണക്ക് കൊടുക്കുക, പണി കഴിഞ്ഞു. മിക്കവാറും യോഗങ്ങളെല്ലാം വൈകുന്നേരമാണ് അല്ലെങ്കിൽ രാവിലെയാണ്. ബൈക്കല്ലേ ഇരിക്കുന്നത്, പറപ്പിച്ച് ചെറിയൊരു ഏരിയയിൽ കൊടുത്താൽ മതി. ഗള്ളിബിൾ യൂത്തിനെ പിടിക്കും. പിന്നെ വേറൊന്ന് ചെയ്യും, ഈ കുഴൽക്കിണർ കുഴിക്കാൻ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഒക്കെ ആയിട്ട് നിങ്ങൾ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് കോളം നോക്കുക, മനോരമ, മാതൃഭൂമിയിലേക്ക് ഇങ്ങനെ ചെറിയ പരസ്യങ്ങളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടാവാം. പലയിടത്തും ഭിത്തിയിലും മതിലൊക്കെ ഒട്ടിച്ച് വയ്ക്കും. സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ. ഇത് പോലീസുകാരനോട് പറഞ്ഞാണ് കേട്ടോ. ഈ മൊബൈൽ നമ്പർ വിളിക്കുമ്പോൾ, എന്താ മാഡം, ഇതാ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യണം. എത്ര ദൂരമുണ്ട് റോഡിലേക്ക്, ഉള്ളിലാണോ, 100 മീറ്റർ ഉണ്ടാവുമോ അതോ 75? ഫൈനലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇവർ പറയും നിങ്ങൾ വന്ന് നോക്കുക, അല്ലെങ്കിൽ ഇവർ പറയും ഞങ്ങളൊരാളെ അയക്കാം, ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ആദ്യം വന്ന് നോക്കട്ടെ. എല്ലാ വീടുകളുടെയും സെപ്റ്റിക് ടാങ്കും നിങ്ങൾ സൈഡിലോ പുറകിലോ ഒക്കെ ആയിരിക്കും അല്ലേ. അത് ക്ലീൻ ചെയ്യാൻ അവിടെ ഒന്ന് പരിസരം നോക്കണ്ടേ. ഇയാളെ അകത്ത് കയറ്റും, ഇയാൾ പുറകുവശത്ത് വരും, നോക്കും, അതിനിടയ്ക്ക് വർത്താനം പറയും, ചേച്ചി എത്ര മക്കൾ, അത് ഇത്. ഈ തുറന്ന് കിടക്കുന്ന ജനാല, ഇതെന്താ ചേച്ചി തുറന്ന് കിടക്കുന്നത്, അയ്യോ അതിനൊരു കൊളുത്തിൽ, അതിനൊരു ആശാരിയോട് പറഞ്ഞിട്ടില്ല, പിന്നെ അത് തുറന്ന് കിടന്നുകൊണ്ട് ഇവിടെ ആര് വരാനെന്നൊക്കെ വിചാരിച്ച് ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാ വിവരവും കളക്ട് ചെയ്തുകൊണ്ട് പോകും. സത്യസന്ധമായിട്ട് തിരിച്ചൊരു വിളി വരും, അത് ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല ചേച്ചി, ആ ലൊക്കേഷൻ ശരിയാവില്ല, അവിടെ നിന്ന് ഞങ്ങൾ സക്ക് ചെയ്യാനുള്ള ഞങ്ങളുടെ പമ്പിന് ഇത് പോരാ. ബട്ട് ഈ ഇൻഫർമേഷൻ ഇവരുടെ കയ്യിലെത്തി. ഈ വീട്ടിലൊരു പയ്യനുണ്ടെന്നും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ടെന്നും അവരെവിടെയാണ് പഠിക്കുന്നതെന്നും എല്ലാ വിവരവും ആ വീടിൻ്റെ ലൊക്കേഷനും ഒക്കെ കിട്ടി. ആദ്യം ഡാറ്റ കളക്ട് ചെയ്തു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. 15 വർഷം മുമ്പാണ് പോലീസ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെയൊക്കെ കാണാറുണ്ട്. ജെനുവിൻ ആൾക്കാരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ജെനുവിനായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, കുഴൽക്കിണർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അവരും അവരുടെ നമ്പർ പ്രദർശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കാണുന്ന നമ്പറില്ല ഇങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങനെയും വിചാരിക്കണ്ട. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ പെരുമാറ്റം നോക്കി മനസ്സിലാക്കുക, അതേ മാർഗമുള്ളൂ. ഏതായാലും ഇങ്ങനെ ഗള്ളിബിളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം യുവാക്കളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് റാഡിക്കലൈസ് ചെയ്യുക, അവരെ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ISKPയിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. ഇൻ ഓർഡർ ടു റേസ് ഫണ്ട്സ് ഫോർ ഫർദറിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ISKP. ഫണ്ട് വേണ്ടേ ISISന് പ്രവർത്തിക്കാൻ? ആ ഫണ്ട് കളക്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഈ ചെറുപ്പക്കാരെയാണ്. ദ മെറ്റീരിയൽസ് പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ഓൾസോ റിവീൽ ദാറ്റ് the central government was of the opinion that the above activities would have serious ramifications and accordingly ഈ സംഗതി ഗുരുതരമായിട്ട് കൈവിട്ട് പോകുമെന്നറിഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് NIAക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇത് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികൾ എടുക്കണം. അതിൻ്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇനി ഓരോരുത്തരും ചെയ്ത കുറ്റം പറയണമല്ലോ, വെറുതെ ഇവൻ കുഴപ്പക്കാരനാണെന്ന് ചുമ്മാ പിടിച്ച് അകത്തിടാൻ പറ്റുമോ? അപ്പോൾ ഫൈനൽ റിപ്പോർട്ടിൽ NIA പറഞ്ഞിരിക്കുന്നത് ദ സെക്കൻഡ് അക്യൂസ്ഡ്, ആര് ഈ ജാമ്യം ചോദിക്കുന്ന ആളല്ല, ഇയാൾ 4ാം കക്ഷിയാണ്. 2ാം കക്ഷി ബീയിങ് ആൻ ആക്റ്റീവ് കേഡർ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ,
involved in several violent criminal activities of PFI, got associated with India Fraternity Forum, the Overseas Forum of Popular Fund, while in Qatar since 2012. അതായത് 2012 മുതൽ ഈ കേസിലെ രണ്ടാം പ്രതി ഖത്തറിലിരുന്ന് അവിടുത്തെ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം എന്ന് പറയുന്ന പോപ്പുലർ ഫണ്ടിൻ്റെ ബ്രാഞ്ച്, അവിടുത്തെ പോപ്പുലർ ഫണ്ട് ഖത്തറിൽ, അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ പെട്ടിരുന്നു. ദാറ്റ് ഹീ സബ്സ്ക്രൈബ് ടു ദ വയലൻറ്റ് ജിഹാദി ഐഡിയോളജി ഓഫ് ISIS വൈൽ ഇൻ ഖത്തർ. ഖത്തറിലുള്ളപ്പോൾ ഇങ്ങേര് ഈ IFIF എന്നുള്ള സംഘടന ഇരുന്നുകൊണ്ട് ISISമായിട്ട് ബന്ധപ്പെട്ടു. ഇയാൾ ഒരുപാട് ആലോചനകൾ നടത്തി വിത്ത് ദ ഫസ്റ്റ് അക്യൂസ്ഡ്. ഇപ്പോഴാണ് ഒന്നാം കക്ഷിയുടെ രംഗപ്രവേശം. രണ്ടാം കക്ഷിയും ഒന്നാം കക്ഷിയും തമ്മിൽ ബന്ധപ്പെടുന്നു. ഫസ്റ്റ് അക്യൂസ്ഡ് ടു റിട്ടേൺ ടു ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ആൻ ISIS module in Kerala to recruit gullible youth to the module, and he established an ISIS module in Kerala. അപ്പോൾ ഒന്നാം പ്രതിയുമായിട്ട് ആലോചിച്ചിട്ട് രണ്ടാം പ്രതി കേരളത്തിൽ വന്ന് ഒരു ISIS മോഡ്യൂൾ ഉണ്ടാക്കാനൊക്കെ തീരുമാനിച്ചു. പ്രശ്നം നമ്മുടെ തുടങ്ങിയിരിക്കുന്നത് നാലാം പ്രതിയിലാണ്. ഇൻ കേരള അക്കോർഡിംഗ്ലി ആൻഡ് റിക്രൂട്ടഡ് സെവറൽ പേഴ്സൺസ് ഇൻ ദ മോഡ്യൂൾ ഫോർ ഫർദറിങ് ആക്ടിവിറ്റീസ് ഓഫ് ISIS. ഒരുപാട് ഈ പാവം മുസ്ലിം ചെറുപ്പക്കാരെ ആകർഷിച്ച് കൂടെ കൂട്ടി. It is also alleged in the final report that the second accused, along with accused 1, 3 and 4, started recruiting others to ISIS module in Kerala, and he has, along with others, committed several crimes to raise funds for pro-ISIS activities. അപ്പോൾ ഒന്നാം കക്ഷി, ഒന്നാം പ്രതി, മൂന്നാം പ്രതി, നാലാം പ്രതി, ഈ 3 പേരുമായിട്ട് ചേർന്ന് രണ്ടാം പ്രതി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്തെല്ലാം ചെയ്തു? It was also alleged in the final report that the second accused and others conducted recce of Hindu temples. Recce എന്ന് പറഞ്ഞാൽ റിക്കഗ്നൈസൻസ്, മോണിറ്റർ ചെയ്യുക, നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ആക്ടിവിറ്റീസ്, അതാണ് റെക്കഗ്നൈസൻസ്. എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നടന്നുകൊണ്ടിരിക്കുക. എവിടെ? recce of Hindu temples and prominent persons of other communities. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ പിന്തുടരുക, അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ ടാർഗറ്റിംഗ് ആസ് വെൽ ആസ് ഫോർ ലൂട്ടിംഗ്, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ദ സെക്കൻഡ് അക്യൂസ് പ്രൊപ്പഗേറ്റഡ് ISIS ഐഡിയോളജി ത്രൂ ദ സോഷ്യൽ മീഡിയ. രണ്ടാം പ്രതി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ ISIS ഐഡിയോളജി എല്ലാം പരത്തിക്കൊണ്ടിരുന്നു. സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടി, ഇതെല്ലാം ചെയ്തു. അപ്പോഴും നാലാം പ്രതിയുടെ കുറ്റം എന്തായി? ജാമ്യത്തിന് വന്ന ആളിൻ്റെ കുറ്റം ദാറ്റ് ഹി ഹാർബേർഡ് ദ സെക്കൻഡ് അക്യൂസ്ഡ് ഫ്രം 22 July 23 ഓൺവേർഡ്സ്. ഈ രണ്ടാം പ്രതിക്ക് ഒത്താശ ചെയ്ത് അയാളെ രഹസ്യമായിട്ട് താമസിപ്പിച്ചു എന്നുള്ളതാണ് ഈ സഹീറിൻ്റെ കുറ്റം. ഹാർബറിങ് എ ക്രിമിനൽ, അതാണ് സഹീർ ചെയ്ത കുറ്റം. Onwards, when the second accused was hiding, despite it being widely publicized in newspapers as also media, that the second accused was involved. കാരണം ഈ സെക്കൻഡ് അക്യൂസ്ഡ്, അയാളുടെ പേര് പറയുന്നില്ല, രണ്ടാം പ്രതി, അയാൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടവനാണെന്നും അയാളെ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടും ഈ മനുഷ്യൻ അയാളെ കൊണ്ടുപോയി ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചു. willfully arranging a hideout and finance for the second accused, and also arranging logistics such as mobile phone, SIM cards, etc. The offences alleged against the appellant in the final report are the offences punishable under Section 212 IPC and Section 19 of UAPA. UAPA വകുപ്പ് പ്രകാരം IPC വകുപ്പ് പ്രകാരവും കുറ്റം ചെയ്തു. എന്താണ് ചെയ്ത കുറ്റം? ഈ പറഞ്ഞ ഭീകരവാദിയെ താമസിപ്പിച്ചു. അപ്പോൾ ഇയാളുടെ വാദം എന്താ? ഞാൻ താമസിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ്, 2 സിം കാർഡ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതും ശരിയാണ്. അയാൾക്കെന്തോ ഷെയർ കച്ചവടം നടത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ മേടിച്ചു കൊടുത്തത്. ശരി, ഷെയർ കച്ചവടം നടത്തുകയാണെങ്കിൽ ഷെയർ കച്ചവടം നടത്തിയതിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണണ്ടേ മൊബൈലിൽ? അതില്ല.
മൊബൈലിൽ ഈ തെമ്മാടിത്തരാണ് കാണുന്നത്. ഇന്ന ആളെങ്ങോട്ട് പോയി, മറ്റേ ആളെങ്ങോട്ട് പോയി, മറ്റേ അമ്പലത്തിൽ എന്ത് സംഭവിച്ചു, ഈ അമ്പലത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളതാണ്. അല്ല, അയാൾ ഇങ്ങനത്തെ ആളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പാത്രങ്ങളിൽ വന്നിരിക്കുന്നു. ഇങ്ങനൊരു കക്ഷിയുണ്ടെന്നും അയാളെ പോലീസ് NIA തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നും അയാൾ ഒളിച്ച് താമസിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് താനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നോ? അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഇത് അറിഞ്ഞിരുന്നു എന്നുള്ളത് കറക്റ്റാണ്. നിങ്ങളുടെ ഈ സ്റ്റോക്ക് ട്രേഡിങ് കഥയും സംഗതിയൊക്കെ വെറുതെയാണ്, അതിലൊന്നും കഥയില്ല. കോടതി പറയുന്നു, appellant does not dispute the fact that he was closely connected to the family of the second accused. എനിക്കിവരെ ഒന്നും അറിയില്ല, ഇവരുടെ കുടുംബത്തെ അറിയില്ല, എന്നാൽ ഇവരെ എല്ലാം ഇയാൾ സഹായിച്ചിട്ടുണ്ട്. താൻ സമ്മതിച്ചു, ഞാനിത് ചെയ്തിട്ടുണ്ട്. Appellant also does not dispute the fact that he arranged for a room in his name in a lodge in the proximity of his house for the second accused to stay at his expense, and that the second accused had stayed in the said room for a few days. ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട്, ഞാനിതെല്ലാം ചെയ്തതാണ്. ഇയാളെ കൊണ്ടുവന്ന് എൻ്റെ ചിലവിൽ ലോഡ്ജിൽ താമസിപ്പിച്ചു, ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു, ഞാൻ 2 സിം കാർഡ് വാങ്ങിച്ചു കൊടുത്തു, ഒക്കെ ചെയ്തു. പക്ഷേ ഇയാൾ തീവ്രവാദിയാണെന്ന് എനിക്കറിയാമല്ലായിരുന്നു. നിങ്ങൾ പത്രമൊക്കെ നോക്കാറില്ലേ? ഉണ്ട്. എന്നിട്ട് നിങ്ങളിത് കണ്ടില്ലേ? എന്താണെന്നറിയാമല്ല, അത് മാത്രം ഞാൻ കണ്ടില്ല. ഇയാൾ കുഴപ്പക്കാരനാണ്, NIA അന്വേഷിക്കും. അതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ പാവമാണ്, എന്നെ തുറന്നു വിടണം. കോടതി പറഞ്ഞു, നടക്കില്ല. കാരണം ഇയാൾ ഇതിൻ്റെ കൂടെയുള്ളതാണ്, ഈ പരിപാടിയൊക്കെ ചെയ്തതാണ്, ഈ പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് ഈ വേണ്ടാതിനുമൊക്കെ ചെയ്തു. ഭാഗ്യത്തിന് പല ഓപ്പറേഷൻ ക്ലിക്കായില്ല. ക്ലിക്കാവുമ്പോൾ ആയിരിക്കും അത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് വരാൻ പോവുക. അതുവരെ നമ്മൾ എല്ലാം ശാന്തമാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. കേരളം ഇപ്പോഴും ISIS തീവ്രവാദികളുടെ ഒരു താവളമായിട്ട് തുടരുന്നു. അതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് ഈ സഹീർ, അക്യൂസ് നമ്പർ 4, 4ാം പ്രതി. ബാക്കി പ്രതികൾ 1ാം പ്രതി, 2ാം പ്രതി, 3ാം പ്രതി, 5ാം പ്രതി, 6ാം പ്രതി ഒക്കെ ഉണ്ട് ഈ കേസിൽ. ഇവരാരും ജാമ്യത്തിന് പോലും വന്നിട്ടില്ല. സഹീറിനെ മാത്രം വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റ് ഫെയിലായതിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഇൻഫാക്ട് വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ജസ്റ്റിസ് PB സുരേഷ് കുമാർ ആൻഡ് MB സ്നേഹലത. ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ട്, എത്ര പേജുണ്ട് ഈ ജഡ്ജ്മെൻറ്റ്? ഇതിൽ 28 പേജ്. ഈ 28 പേജിൽ ഇതിൻ്റെ ഫാക്റ്റും ലോയും എല്ലാം എഴുതി വളരെ സമർത്ഥമായിട്ട്. ഇനി സുപ്രീം കോടതി പോയാൽ പോലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. അത്രയധികം ഫൈൻ അനാലിസിസ് നടത്തിയിട്ടാണ് കേരള ഹൈക്കോടതി ഈ ജാമ്യം തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് മലയാളികൾ സ്വല്പം കൂടെ ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഒരു പിണറായി വിജയൻ പറയുന്ന പോലെ ജാഗ്രത വേണം. ജാഗ്രത കുറവ് പാടില്ല. ഇപ്പോൾ മലയാളത്തിലെ ഒരു വാക്ക് അങ്ങനെയാണല്ല, ജാഗ്രത കുറവ്. അത് ഉണ്ടാവരുത് എന്ന് മാത്രം പറയുന്നു. താങ്ക് യു.